ഹലോ ഹായ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റുള്ള നല്ല എളുപ്പത്തിലുള്ള ഒരു ചീരക്കറിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പരിപ്പ് ഒന്ന് നന്നായി വേവിച്ചെടുക്കുക. ഇത്രയും ആവരുത്, നല്ലോണം വെന്ത് ഉടഞ്ഞു പോയരുത് പരിപ്പ്. എന്നിട്ട് ആ പരിപ്പ് വേവിച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ട് നമ്മളൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിൽ ചെറിയ ഉള്ളി ഇതുപോലെ നല്ല വട്ടത്തിലായി നൈസായി കട്ട് ചെയ്തെടുത്തിട്ട് നല്ല ബ്രൗൺ കളറാവണ വരെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പരിപ്പ് അതിലൊഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല നാടൻ ചീരയാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത്, തനിയെ അത് വെള്ളമായിക്കോളും ഇരുന്നിട്ട്. എന്നിട്ട് ആ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മളതൊന്ന് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ചീരയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ടാവും. അതൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും 2 പ്രാവശ്യം കൂടി അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്ത് നമ്മൾ നല്ല ടേസ്റ്റുള്ള ചീരക്കറി റെഡിയായി. ഇത് എളുപ്പമാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ.